ലഹരിക്കെതിരായ പോരാട്ടം നിയമ നടപടികളിൽ മാത്രം ഒതുക്കാതെ സംഗീതത്തിലൂടെ ജനങ്ങളിലേക്ക് ബോധവൽക്കരണ സന്ദേശം എത്തിക്കുകയാണ് കൊല്ലം സിറ്റി പോലീസ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പുറത്തിറക്കിയ തൂഫാൻ ജ്വാല സംഗീത ആൽബം ഇതിനോടകം ശ്രദ്ധേയമായിരിക്കുകയാണ്. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ എം ഹേമലത IPS മുന്നോട്ട് വച്ച ആശയം പോലീസ് സേനാംഗങ്ങൾ ചേർന്നാണ് സംഗീത ആൽബമാക്കി ആവിഷ്കരിച്ചത്. ACP രാജേഷിന്റെ വരികൾക്ക് ലഹരിക്കെതിരെയുള്ള ശക്തമായ ബോധവൽക്കരണ സന്ദേശം പകർന്ന ദൃശ്യാവിഷ്കാരം ഒരുക്കിയത് ACP അനന്തലാലാണ്. ഇപ്പോൾ കേരളം മുഴുവൻ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ, അത് വിപ്ലവകരമായൊരു മാറ്റം കേരളത്തിലാകെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായി തൂഫാൻ ജ്വാല എന്ന അതിമനോഹരമായ ഒരു ആൽബം നിർമ്മിക്കുകയുണ്ടായി. ഈ ആൽബത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് നമ്മൾ കാക്കിക്കുള്ളിലെ കലാഹൃദയങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ ACP രാജേഷ് സാറും ACP അനന്തലാൽ സാറുമാണ്. ഇത് നമ്മുടെ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ഹേമലത IPS അവറുകൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു വനിതാ സംഗമം നമ്മൾ തൂഫാനായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രോഗ്രാമുകൾ സ്റ്റേറ്റ് വൈഡ് നടക്കുന്നുണ്ട്. അപ്പോൾ വനിതകളെ, അവരെയാണ്, അമ്മമാരുമാണ് ഇതിൻ്റെ ബേസ്. അവരാണ് ഏറ്റവും കൂടുതൽ വിഷമതകൾ അനുഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഒരു സംഗമം വെച്ച് ഇത് വളരെ ഭംഗിയാക്കണം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഒരു പാട്ട് നമുക്കിവിടെയും ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ചെറുതായിട്ട് ഞാൻ എഴുതുന്നതാണെന്ന് അനന്തലാലിനും അറിയാം. അപ്പോൾ അതുകൊണ്ട് എന്നോട് തന്നെ എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു പാട്ട് സെറ്റ് ചെയ്യേണ്ട മാഡത്തിനോട് പറഞ്ഞു. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യും. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ആൽബത്തിലേക്ക് ഞങ്ങൾ കടക്കുന്നത്. രാജേഷ് സാറിൻ്റെ വരികൾ, അനന്തലാൽ സാറിൻ്റെ സംവിധാനം, ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ആ ആശയം പൂർണ്ണമായത്, അല്ലേ? തീർച്ചയായിട്ടും അത് വനിതാ സംഗമം എന്നുള്ള ഒരു സബ്ജക്റ്റാണ് മാഡം സാറോട് പറഞ്ഞിരുന്നത്. അപ്പോൾ സാറാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത്, മാഡം ഇങ്ങനൊരു സംഭവം പറയുന്നുണ്ട്, നമുക്ക് നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ സാറ് ഈ ഒരു സബ്ജക്റ്റ് കൊടുത്തിരുന്നു, ഒരു സെൻറ്റിമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യണം, കുട്ടികളാണ് അതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്, വനിതകളുടെ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ആശയത്തിൽ നിന്നാണ് സാറി വരികൾ വരുന്നത്. ഞങ്ങളുടെ കൊല്ലത്തെ പോലീസ് സേനാംഗങ്ങൾക്കൊരു വെറൈറ്റി ആയിരുന്നു എന്നുള്ളതാണ്. അവർ ഭയങ്കര ഹാപ്പി. ആദ്യം ഈ ഒരു കൺസെപ്റ്റ് അനന്തലാൽ എല്ലാവരും വിളിക്കുന്ന സമയത്ത് ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവരതിൽ ഇൻവോൾവ് ആയി ഔട്ട്പുട്ടൊക്കെ കണ്ടു കഴിയുമ്പോൾ കൊല്ലത്തൊരു ആദ്യമായിട്ട് ഇങ്ങനൊരു സാധനം ചെയ്തതായിട്ട് അവർ ഞങ്ങളോട് ഭയങ്കര സന്തോഷം. പോലീസിന് ഇതിലുപരി, ഡ്യൂട്ടിക്ക് ഉപരിയായിട്ട് ഒരു റിലാക്സേഷൻ കൂടി ഇവിടുത്തെ എല്ലാ സേനാംഗങ്ങൾക്കും അതിൽ അഭിനയിച്ചവർക്കും കിട്ടി. അവർ നാച്ചുറലായിട്ട് അഭിനയിക്കായിരുന്നു അല്ലേ അനന്തലാൽ? ആ രീതിയിൽ ആദ്യത്തെ ഷോട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു സ്കൂളിലുള്ള ഒരു വനിത, കാര്യം വനിതകളാണിത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വനിതാ സബ് ഇൻസ്പെക്ടർ നല്ലത് വേണം. നമ്മൾ ആരും കാസ്റ്റ് ചെയ്തില്ല, എല്ലാം വനിതകൾ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. വെറുതെ ഒരു SI ആണ് ഇത് കോർഡിനേറ്റ് ആയിട്ട് നിന്നിരുന്നത്. അപ്പോൾ ആദ്യത്തെ ഇതിൽ എല്ലാവർക്കും ഒരു മടിയായിരുന്നു. അപ്പോൾ അവിടെ വളരെ ഷോർട്ടായിട്ടുള്ള ആൾക്കാർ മാത്രമാണ് വന്നിരുന്നത്. പക്ഷേ ഇതിൻ്റെ ലാസ്റ്റ് എൻഡ്, ഇതിൻ്റെ ഒരു ബോട്ടിൽ ക്ലൈമാക്സിൽ വരുന്നത്, സാറൊക്കെ വില്ലനായിട്ട് വരുന്നൊരു ഷോട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്ത്, അത് മുംബൈയിൽ ആണ് ഞങ്ങൾ അതിൻ്റെ ലൊക്കേഷൻ ആ രീതിയിലാണ് കാണിക്കുന്നത്. ഒരു 10-30ഓളം വനിതകളാണ് ആ ഒരു സീൻ ചെയ്യാൻ വേണ്ടി വന്നത്. സംവിധായകൻ എന്ത് പറയുന്നു അതാണ്, അതവരെ കാസ്റ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും. അതിലുപരി പിന്നെ നേരത്തെയുള്ള കുഞ്ഞു എക്സ്പീരിയൻസ്, ചെറിയ ഷോർട്ട് ഫിലിമുകളിലും ചെറിയ ഫിലിമിലും സലിംകുമാറിൻ്റെ 1-2 പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇത്, എന്നേലും വലിയൊരു നടനാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഒരുപാട് സിനിമകളിൽ, ആ സിനിമകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തത്. ഞാൻ പണി എന്ന് പറയുന്ന ജോജു ജോർജിൻ്റെ മൂവിൽ ആദ്യം മുതൽ അവസാനം വരെ അഭിനയിക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സുമതി വളവ്, അതുപോലെ തന്നെ 10ാം വളവ്, കിങ് ഓഫ് കൊത്ത, സൗദി വെള്ളയ്ക്ക, CBI 5, സല്യൂട്ട്, ആടുത്രി, അങ്ങനെയുള്ള അത്യാവശ്യം അറിയപ്പെടുന്ന നല്ല മൂവികളിലൊക്കെ ചെറിയ രീതിയിലൊക്കെ തലകാണിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ്, ക്യാമറ വർക്ക് ചെയ്യുമ്പോഴും ഡയറക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്.
തീർച്ചയായും വളരെയധികം സന്തോഷം. ഇത്തരം ആശയങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ. ഈ ആശയങ്ങളിലൂടെ നമുക്ക് നമ്മുടെ സമൂഹത്തെ, നമ്മുടെ നല്ല കേരളത്തെ, നമ്മുടെ കൊച്ചു കേരളത്തെ ഒരുപാട് നല്ല നിലയിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കണം. ഇനിയും പുതിയ പുതിയ ആശയങ്ങളിലൂടെ ഇത്തരം സംവിധാനങ്ങൾ വീണ്ടും വരട്ടെ. എല്ലാവിധ ആശംസകളും. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം.